السلام عليكم ورحمة الله وبركاته. مختصر 49. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه. أو إيهام استلذاذه أو التبرك به أو نحو ذلك، وبالموصولية لعدم علم المخاطب بالأحوال المختصة به سوى الصلة، كقولك الذي كان معنا أمس رجل عالم، أو استهجان التصريح بالاسم، أو زيادة تقرير نحو راودته التي هو في بيتها عن نفسه. അപ്പോൾ ഔ ഈഹാം ഇസ്തിൽദാദിഹി, മുസ്നദ് ഇലൈഹിയെ പറയൽ. അലമിയത്തോണ്ട് മൈരിഫിയാക്കരുത്. മുസ്നദ് ഇലൈഹിയ അലമിയത്തോണ്ട് മൈരിഫിയാക്കുന്നത് എന്തിന്? അത് ഔ ഈഹാം ഇസ്തിൽദാദിഹി, മുസ്നദ് ഇലൈഹിയെ പേരെടുത്തു പറയൽ, പ്രത്യേകമായ അലമിയത്തോണ്ട് പറയൽ രസകരമാണെന്ന് മുത്തക്കല്ലിമിന് രസകരമായി അനുഭവപ്പെടുന്നു എന്ന് മുഖാത്തബിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. മുസ്നദ് ഇലൈഹിയെ പറയല് മുത്തക്കല്ലിമിന് രസകരമായി അനുഭവപ്പെടുന്നു എന്ന് മുഖാത്തബിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയും മുസ്നദ് ഇലൈഹിയെ അലമിയത്തോട് മഅരിഫയാക്കും. ഐ വിജ്ദാനിൽ അലമി ലദീദൻ, അലമിനെ രസകരമായി അനുഭവപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. നഹ്വു ഖൗലിഹി, ഷായിറിന്റെ ഖൗല് പോലെ, ബില്ലാഹി യാ ലബയ തിൽഖാഇ ഖുൽന ലനാ ലൈലായ മിൻകുന്ന അം ലൈലാ മിനൽ ബശരി. ബില്ലാഹി, അല്ലാഹുവിനെ തന്നെ, യാ ലബയാത്തിൽ കായി, മരുഭൂമിയിൽ ഉള്ളതായ മാൻപേടകളെ, കുൽനലന, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട, നമ്മോട് പറഞ്ഞുകൊണ്ട, അതായത് എന്നോട്. ലൈലായ, എന്റെ ലൈല മിൻകുന്ന, നിങ്ങളിൽപ്പെട്ടതാണോ? അം ലൈല മിനൽ ബശരി, അതോ ലൈല മനുഷ്യരിൽപ്പെട്ടതാണോ? ഇവിടെ രണ്ട്, ലൈലായ മിൻകുന്ന അം ലൈല. ഈ രണ്ടാമത്തെ സ്ഥലത്ത് അം ഹിയ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ലൈല അം ലൈല എന്ന് പറഞ്ഞു. അതോ ലൈല മനുഷ്യരിൽപ്പെട്ടതാണോ? അത് ലൈലാന്റെ പേര് പറയൽ എന്താണ്? ഒരു രസമാണ്, അതൊരു ലദ്ദത്തുള്ള കാര്യമാണെന്ന് മുഖാത്തബിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ലൈലായ എന്ന് പറഞ്ഞോടത്തും അത് ആ ഈഹാമ് ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. ഏതായാലും രണ്ടാമത്തോടത്ത് അവിടെ ഏതായാലും ദമീറിന്റെ മൗദി ആണ്. അവിടെ അംഹിയ എന്ന് പറഞ്ഞാൽ മതി. ഇയ എന്ന് പറഞ്ഞാൽ വസുനൊക്കുമോ ഇല്ലേ എന്നത് മറ്റൊരു അമ്ര്. ഏതായാലും അത് ഹിയ എന്ന് പറയേണ്ട സ്ഥലത്ത് ലൈല എന്ന് പറയുന്നത്, ലൈലാന്റെ പേര് പറയൽ ഈ ഷാഇറിന് ഒരു ലദ്ദത്തുള്ള കാര്യമാണ് എന്ന് മുഖാത്തബിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തോടത്ത് പിന്നെ അല്ലെങ്കിൽ ലൈലായാന്ന് തന്നെ പറയേണ്ടത്. പക്ഷെ അവിടെയും എന്തുണ്ടാവാം? ഈഹാം ഇസ്തിൽദാദ് അവിടെയും ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. അവിത്തബറുക്ക് ബിഹി, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹിയെ പേര് പറയലുകൊണ്ട് ബർക്കത്ത് നേടിയെടുക്കാൻ വേണ്ടി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പറയൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ബദരീങ്ങൾ, വഹീദീങ്ങൾ, നഫഹാത്തു റബ്ബിൽ അർശി ഹഖൻ തക്സുറു ഫീ മൗദിഇൻ നസ്മാഉ ബദരിൻ തുദ്കറൂനാണല്ലോ. അപ്പോൾ ഒരു ജാഹിലിന്റെ അടുക്കൽ വെച്ച് ഒരു ജാഹില് എന്ത് പറഞ്ഞു? ഹലില്ലാഹുൽ ഹാദി, അല്ലാഹു ഹാദിയാണോ? അല്ലാഹു തആല ഹിദായത്തിലാക്കുന്നവനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ അടുക്കൽ എന്ത് മറുപടി പറഞ്ഞാൽ മതി? നഅം, അല്ലെങ്കിൽ അൽ ഹാദി,
അല്ലെങ്കിൽ ഹുവൽ ഹാദി. അതേ സമയത്ത് അല്ലാഹുൽ ഹാദി. അപ്പൊ അല്ലാഹുവിന്റെ പേര് പറയൽ ഒരു ബർക്കത്താണ്, ബർക്കത്തിനെ നേടിയെടുക്കാനാണ് അത് പറഞ്ഞത്. അത് സുന്നിയാവണം പറയുന്ന ആളെന്ന് മാത്രം, മറ്റവർക്ക് ബർക്കത്തൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ ജാഹില് എന്ത് ചോദിച്ചു? ഹൽ മുഹമ്മദുനി ശഫീഉ, മുഹമ്മദ് നബി റെക്കമെൻഡ് ചെയ്യുന്ന ആളാണോ? അപ്പൊ മുഹമ്മദുൻ ഹുവ ശഫീഉ വൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു. അപ്പൊ മുഹമ്മദുൻ ഹുവ ശഫീഉ എന്ന് പറഞ്ഞു. അതെന്തിനാണ് അത് പറഞ്ഞത്? അത് ബർക്കത്തെടുക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയൽ ബർക്കത്താണ്. അവിടെ ഇവന്റെ അടുക്കൽ വെച്ച് ഇവൻ ചോദിക്കാറ് ഹലില്ലാഹുൽ ഹാദി വഹൽ മുഹമ്മദുൻ ശഫീഉ നഅം. അവിടെ മുബ്തദാനെ ഖബറിനെയും കളയാൻ പറ്റുന്ന സ്ഥലമാണത്. മുബ്തദാനെ ഖബറിനെയും കളയാൻ പറ്റുന്ന മഹല്ലാണ്. ഹൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ? നഅം എന്ന് പറഞ്ഞാൽ മുബ്തദാനെ ഖബറിനെയും കളയാൻ പറ്റിയ ഒരു മഹല്ലാണത്. പക്ഷെ അത് കളയാതെ പേര് പറഞ്ഞത് തബറുക്കിന് വേണ്ടിയിട്ടാണ്. ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയും മുസ്നദിലേഹി അലമിയത്തുൻ മഅരിഫയാക്കും. കത്തഫാഉലി, ശുഭലക്ഷണം പോലെ. എന്താണ്? സഅദുൻ ഫീ ദാലിക, ആരാണ് വീട്ടില്? അവിടെ സഅദുൻ ഫീ ദാലിക, സഅദാവുന്നതിന്റെ വീട്ടിലുണ്ട്. അത് രാവിലെ തന്നെ ഒരാളോട് സഅദുൻ ഫീ ദാലിക എന്ന് പറയാൽ അയാൾക്ക് നല്ല സന്തോഷമായിരിക്കും. രാവിലെ തന്നെ കേൾക്കുന്ന ആ ലഫ്ള് ഒരു വിജയത്തിന്റെ ലഫ്ളായി. അതൊരു തഫാഉലാണത്. അവിത്തയ്യുലി, അല്ലെങ്കിൽ ശകുനത്തിന് വേണ്ടി. ഇതുപോലെ കൊലയാളി അല്ലെ, കൊലയാളി നിന്റെ വീട്ടിലുണ്ട് എന്ന് പറയാം. കൊലയാളി നിന്റെ വീട്ടിലുണ്ട് എന്ന് പറയാം. അങ്ങനത്തെ ഒരാളുടെ പേര് പറയും, ലക്ഷണം കെട്ട ആളുടെ പേരാണ് പറഞ്ഞിട്ട് പറയുമ്പോൾ എന്താണ്? ഒരു ലക്ഷണക്കേടാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്, ഒരു ലക്ഷണക്കേടിന് വേണ്ടി, ശകുനത്തിന് വേണ്ടി. അവിത്തസിജീലി, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. അല്ല സാമിയെ, സാമിന്റെ മേൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയും മുസ്നദിലേഹി അലമിയത്തുൻ മഅരിഫയാക്കും. ഒരു ഹാക്കിം അംറിനോട് ചോദിച്ചു അൽ അഖറ സൈദുൻ ബികദ, സൈദ് ഇന്നാൽ ഇന്നത് കൊണ്ട് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ സൈദുൻ അഖറ ബികദ, അവിടെയും നഅം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഹുവ അഖറ ബികദ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് സൈദുൻ അഖറ ബികദ എന്ന് പറഞ്ഞത്, അത് അംർ അങ്ങനെ പറഞ്ഞു. സയ്യിദിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ സയ്യിദിന് ഇൻകാർ ചെയ്യാൻ സാധ്യമല്ലാതെ വരും. അതിനു വേണ്ടിയിട്ടാണ്. അല്ലേ, ഇതല്ലാത്തതുപോലെയും. അതെന്തിനാൽ? ആ ഒന്നിന് അലമുകളിൽ ഈറ്റിബാർ ചെയ്യപ്പെടൽ മുനാസബത്തുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോ അലമിയത്തിന് ഈറ്റിബാർ ചെയ്യൽ മുനാസബത്തുള്ള എല്ലാ സ്ഥലത്തും മുസ്നദിലേഹി അലമിയത്തുകൊണ്ട് മഅരിഫയാക്കും. വബിൽ മൗസൂലിയത്തി, മൗസൂലിയത്ത് കൊണ്ട് മുസ്നദിലേഹിയെ മഅരിഫയാക്കലാകുന്നത്. ഐ തഅരീഫുൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ മഅരിഫയാക്കൽ ബി ഇറാദിഹി, ആ മുസ്നദ് ഇലൈഹിയെ കൊണ്ടുവരലുകൊണ്ട്. ഇസ്മ മൗസൂലിൻ, മൗസൂലിന്റെ ഇസ്മായിട്ട് കൊണ്ടുവരലുകൊണ്ട് മഅരിഫയാക്കല്. ലി അദമി ഇൽമിൽ മുഖാത്തബി, മുഖാത്തബിന് ഇൽമില്ലാത്തതിന് വേണ്ടിയിട്ടാണ്. ബിൽ അഹ്വാലിൽ മുഖ്തസ്സത്തി ബിഹി, മുസ്നദ് ഇലൈഹിക്ക് പ്രത്യേകമായ അഹ്വാലുകളിൽ നിന്ന് മുഖാത്തബിന് അറിയൂല. ശിവസ്വലത്തി, സ്വല അല്ലാത്തത് അറിയൂല.
സില കൊണ്ട് മാത്രമേ മുസനദ് ഇലൈഹി മുഹാത്തബിന് ഈ മുസനദ് ഇലൈഹിയെ പറ്റി അറിയുള്ളൂ. മുത്തക്കല്ലിമനല്ല, മുഹാത്തബിന് സില മാത്രമേ അറിയുള്ളൂ. അവന്റെ പേരറിയില്ല, അവൻ ഇന്നവന്റെ മകനാണെന്നറിയില്ല. മറ്റ് ചില അഹ്വാലുകൾ, അവനിക്ക് മാത്രമുള്ള ഒരുപാട് അഹ്വാലുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണ്, അതും അറിയില്ല. അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, അതും അറിയില്ല. ഈ സില അല്ലാത്ത ഒന്നും അറിയില്ല ആർക്ക്? മുഹാത്തബിന്. അപ്പോ അവനോട് ആ സില കൊണ്ട് അറിയിക്കണം. സില കൊണ്ട് അറിയിക്കണമെങ്കിൽ മൗസൂലിനെ പറയണം. കൗലിക്കാൻ ഇന്റെ വാക്കുപോലെ അല്ലദീ കാന മഅന അംസി റജുലുൻ ആലിമുൻ. കണ്ടോ, ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആള്, അത്രയപ്പോ മറ്റേ ആൾക്ക് അറിയുള്ളൂ. ഇന്നലെ വന്ന ആള്, വീട്ടിലൊക്കെ കുട്ടികൾ ഒരാള് വന്നാൽ ഇന്നലെ വന്ന ആള് ഇന്നും വന്നു എന്ന് പറയും. അതെ, അയാള് ആലിമായ റജിലാണ്. അല്ലാതെ മയമാക്ക ആലിമായ റജില എന്ന് പറഞ്ഞാൽ ഈ മുഹാത്തബിന് അറിയില്ല ഏത് മയമാക്കയാണ് ആലിമായ റജിൽ എന്ന് മുഹാത്തബിന് അറിയൂല. ആളുടെ പേര് മയമാക്കയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേരാണ്. പക്ഷെ ഇന്നലെ വന്ന ആള് എന്ന നിലക്ക് ഇയാൾക്ക് ആളെ തിരിച്ചറിയും. അത് കാരണമായി മുസനദിലേഹ് മൗസൂലാക്കി കൊണ്ടുവരും. വലം യതഅറദിൽ മുസന്നിഫ് വെളിവായില്ല. എന്തിലേക്ക്? ലിമാ, ഒന്നിലേക്ക്. ലായക്കൂനു, ആ ഒന്നാകൂല. ലായക്കൂനിൽ മുത്തക്കല്ലിമി ഔലിക്കിലൈഹിമ ഇൽമുൻ, മുത്തക്കല്ലിമിന് മാത്രം അല്ലെ രണ്ടാൾക്കും ഇൽമുൻ, ഇൽമില്ല, അങ്ങനത്തെ ഒന്നിലേക്ക് വെളിവായില്ല. ബിഗൈരി സിലത്തി, സില അല്ലാത്തതുകൊണ്ട് ഇൽമില്ലാത്തതിലേക്ക് വെളിവായില്ല. മുത്തക്കല്ലിമിന് സില കൊണ്ട് അറിയുള്ളൂ, അല്ലെങ്കിൽ രണ്ടാൾക്കും സില കൊണ്ടേ അറിയുകയുള്ളൂ. അതിലേക്ക് മുസന്നിഫ് തഅറുളായില്ല. പിന്നെന്താണ്? മുഹാത്തബിന് സില അല്ലാത്തത് കൊണ്ട് അറിയാത്തതിന് വേണ്ടിയാണ്. മുത്തക്കല്ലിമിന് അറിയാത്തതിന് വേണ്ടിയാണ്, സില അല്ലാത്തത് കൊണ്ട് അറിയാത്തതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. അല്ലെ രണ്ടാൾക്കും സില അല്ലാത്തത് കൊണ്ട് അറിയൂല എന്നതിലേക്കും മുസന്നിഫ് തഅറുളായില്ല. ഏതുപോലെ? ഔലിക്കിലൈഹിമ ഇൽമുൻ ബിഗൈരി സിലത്തി, അല്ലെ രണ്ടാൾക്കും സില അല്ലാത്തത് കൊണ്ട് ഇൽമുണ്ടാകൂല, അങ്ങനത്തെ ഒന്നിലേക്ക് വെളിവായില്ല. ലിമാ, ഒന്നിലേക്ക്. ലാ യകൂനിൽ മുത്തക്കല്ലിമി ഔലിക്കിലൈഹിമ ഇൽമുൻ ബിഗൈരി സിലത്തി, മുത്തക്കല്ലിമിന് മാത്രം അല്ലെങ്കിൽ രണ്ടാൾക്കും സില അല്ലാത്തത് കൊണ്ട് ഇൽമില്ല എന്നതിലേക്ക് വെളിപ്പെട്ടില്ല. നഹു അല്ലദീന ഫീ ബിലാദിൽ മശ്രിഖി ലാ അരിഫുഹും, മുത്തക്കല്ലിമിന് സില മാത്രം സില അല്ലാത്തതുകൊണ്ട് അറിയാത്തത്. സിലോ മശ്രിഖ് നാടുകളിൽ ഉള്ള ആൾക്കാർ അത്രയും മുത്തക്കല്ലിമിന് അറിയുള്ളൂ. അതുകൊണ്ടാണ് ലാ അരിഫു എന്നവിടെ പറയാൻ കാരണം. അവിടെ ഖബറിനെ ലാ അരിഫും പറയാൻ കാരണം എന്താണ്? ബിലാദുൽ മശ്രിഖ് എന്ന ആ വസ്ഫ് കൊണ്ട് ഇവരറിയുകയുള്ളൂ, അവരെ ഞാൻ അറിയൂല എന്ന് പറഞ്ഞു. അതിലേക്ക് മുസന്നിഫ് തഅറുളായില്ല. അല്ലെങ്കിൽ ലാ നഅരിഫു, നമ്മളറിയൂല, ഞാനും നീയും അറിയൂല, അതിലേക്കും മുസന്നിഫ് എന്തായിട്ടില്ല? തഅറുളായില്ല. പിന്നെന്താ പറഞ്ഞത്? ദി അദമി ഇൽമിൽ മുഖാത്തബി, മുഖാത്തബ് അറിയാത്തതിന് വേണ്ടിയാണ്. ബിൽ അഹ്വാലിൽ മുഖ്തസത്തി ബിഹി, മുസ്നദ് ഇലൈഹിക്ക് ഖാസായ അഹ്വാലുകളുടെ കൂട്ടത്തിൽ നിന്ന് സിവസിലത്തി, സില അല്ലാത്തത് കൊണ്ട് അറിയൂല. അത് ലി ഖില്ലത്തി ജദ്വ മിസ്ലി ഹാദൽ കലാമി, ഈ കലാമു പോലത്തതിന്റെ എന്താണ് ഫായിദ, അതായത് അതിന്റെ പ്രയോജനം എന്താണ്? കമ്മിയായതിന് വേണ്ടി. ജദ്വ കമ്മിയായതിന് വേണ്ടി ചെറിയ ഫായിദ അതിലുണ്ട്. എന്താണ്? മുത്തക്കല്ലിമിന് റീഫാദത്ത് ഫായിദ വെപ്പിച്ച് കൊടുക്കലുണ്ട്, അവിടെ അറിയൂല എന്നറിയിക്കലുണ്ടല്ലോ. നമ്മൾക്ക് രണ്ടാൾക്കും അറിയൂല എന്നൊരു ഫായിദ വെപ്പിക്കൽ അവിടെ ഉണ്ട്, ഇഫാദത്ത് അവിടെ ഉണ്ട്. അതാണ് കില്ലത്ത് ജദ്വ
കമ്മിയാണ് എന്നറിയിക്കാൻ വേണ്ടി. അതാണ് അതിന് കില്ലത്തിൽ ഫായിദത്തി ഫിഹാദൽ കലാമീന ഇത് സൂക്കി പറയുന്നത്. ഇന്നമാലം യക്കുൽ ലി അദമി ഫായിദത്തി ഹാദൽ കലാമി, ഈ കലാമിന് തന്നെ ഫായിദയില്ല എന്ന് പറഞ്ഞില്ല. കാനലി അന്നുഹു ലാ യഖ്ലു അൻ ഫായിദത്തിൻ, ഒരു ഫായിദയത്തൊട്ടത് ഒഴിവല്ല. വഹിയ ഇഫാദത്തുൽ മുഖാത്തബി, മുഖാത്തബിനിക്ക് അറിയിച്ചു കൊടുക്കലാണ്. എന്തിനാ അറിയിച്ചു കൊടുക്കുക? അദമ മഅരിഫത്തിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമ് അറിയൂല എന്ന് അറിയിച്ചു കൊടുക്കുക ലഹും അവരെ. വൈന്നമാക്കാനത്ത് തിൽക്കൽ ഫായിദത്തു കലീലത്തൻ നഫി, ഈ ഫായിദ നഫ് കുറവാകാൻ കാരണം ബിഐസു ലാ യൽതഫിത്തു ഇലൈഹൽ ബലീഗൂന, ഇങ്ങനത്തെ കലാമിലേക്ക് ബലീഗ് ഇൽത്തിഫാത്ത് ചെയ്യൂല. കാരണം ഇതൊരു ആമായ വിഷയമാണ്. മുത്തക്കല്ലിമിന് ചില അല്ലാത്തത് കൊണ്ട് അറിയൂല എന്ന് പറയുമ്പോൾ ഒരു ആമായ ഹുക്കുമുകൊണ്ടാണ് അവന്റെ മേൽ വിധിക്കുക. അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഫായിദ കുറവാകാനുള്ള കാരണം. പിന്നെ കാരണം ഇവിടെ സങ്കല്പം മുത്തക്കല്ലിമ് ചില അല്ലാത്ത ഒന്നും അറിയൂല എന്നല്ലേ. അപ്പൊ മുത്തക്കല്ലിമിൽ നിന്ന് അവന്റെ മേൽ ഹുക്മ് ചെയ്യുന്നത് ഒരു ആമായ അഹ്വാൽ കൊണ്ട് ഹുക്മ് ചെയ്യാൻ പറ്റുള്ളൂ. ചില അല്ലാത്ത ഒന്നും അറിയൂലാത്തത് കൊണ്ട് ആമായ അഹ്വാൽ കൊണ്ട് ഹുക്മ് ചെയ്യൽ ഫായിദ കമ്മിയുള്ള കാര്യവുമാണ്. അപ്പോൾ ഈ കില്ലത്തി ജദ്വാ മിസ്ലി ഹാദൽ കലാമി, ഈ കലാമ് പോലത്തതിന്റെ പ്രയോജനം കമ്മിയാതിന് വേണ്ടി, അതുകൊണ്ടാണ് അതിലേക്ക് മുസന്നിഫ് തഅറുദ് ചെയ്യാതിരുന്നത്. ഔലിസ്തിഹിജാനി തസ്രീഹി ബിൽ ഇസ്മി, അല്ലെങ്കിൽ മുസ്നദിലിഹെ പേരിനെ വ്യക്തമാക്കൽ. പേര് വ്യക്തമാക്കൽ എന്താണ്? ഒരു മോശമാണെന്ന് അറിയിക്കാൻ വേണ്ടി. പേര് വ്യക്തമാക്കൽ ഒരു നിന്ദിക്കൽ സംഭവിക്കും, ഒരു നിന്ദിക്കലുണ്ട്. പേരിനെ വ്യക്തമാക്കലുകൊണ്ട് നിന്ദിക്കൽ ഉണ്ടായതിനു വേണ്ടി എന്താക്കും? മൗസൂലാക്കി കൊണ്ടുവരും. പേരെ വ്യക്തമാക്കിയാൽ ഈ വ്യക്തി എന്താക്കലുണ്ട്? ഒരു നിന്ദിക്കലുണ്ട്, അയാളെ ഒന്ന് കൊച്ചാക്കലുമുണ്ട്. അതുകൊണ്ടും മുസ്നദിലേഹിയെ മൗസൂലയായിട്ട് കൊണ്ടുവരും. ഔസിയാദത്തി തക്രീരി, അല്ലെങ്കിൽ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും, ഉറപ്പാദ്യമുണ്ട്, ഒന്ന് ഉറപ്പിക്കലൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി, സിയാദത്തു തക്രീറിന് വേണ്ടിയും എന്താവും? മുസ്നദിലേഹിയെ മൗസൂലയാക്കി കൊണ്ടുവരും. തക്രീർ എന്ന് പറഞ്ഞാൽ തക്രീരിൽ വറലിൽ മസൂക്കി ലഹുൽ കലാമു, കലാമിനെ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ കൊണ്ടുവന്നത് ആ ആവശ്യത്തിനെ ഒന്ന് കൂടുതൽ അങ്ങ് ഉറപ്പിക്കാൻ വേണ്ടി, സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് സിയാദത്തി തക്രീരി എന്ന് പറഞ്ഞാൽ. അത്തക്രീരി സിയാദത്തി തക്രീരി എന്നാ പറഞ്ഞത്. കലാമിനെ കൊണ്ടുവന്ന ആവശ്യത്തെ ഒന്ന് കൂടുതൽ ഉറപ്പിക്കാൻ. വക്കീല പറയപ്പെട്ടു തക്രീരിൽ മുസ്നദിനൊന്ന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വക്കീല തക്രീറുൽ മുസ്നദിലേഹി, വക്കീല തക്രീരിൽ മുസ്നദിലേഹി ഒന്ന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 3 അഭിപ്രായമാണ്. എല്ലാ അഭിപ്രായവും വരുന്ന ഉദാഹരണത്തിൽ യോജിക്കും. നഹ്വു റാവദത്തുഹു അല്ലത്തി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി, വറാവദത്തുഹു യൂസുഫ് നബിയെ വശീകരിച്ചു, അല്ലത്തി ഒരു പെണ്ണ്, ഹുവ യൂസുഫ് നബി ഫീ ബൈതിഹാ ആ പെണ്ണിന്റെ വീട്ടിലാണ്, അൻ നഫ്സിഹി യൂസുഫ് നബിയുടെ ശരീരത്തിന് വേണ്ടി വശീകരണം നടത്തി എന്നാണ്. വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത്ത് ഹൈതലക ഖാല മആദല്ലാഹ്. യൂസുഫ് സൂറത്ത് 23-ാം ആയത്ത്. വറാവദത്തുഹു യൂസുഫ് നബിയെ വശീകരിച്ചു, അല്ലത്തി ഒരു പെണ്ണ് വശീകരിച്ചു, ഹുവ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫീ ബൈതിഹാ ആ പെണ്ണിന്റെ വീട്ടിലാണ്, അൻ നഫ്സിഹി
യൂസുഫ് നബിയുടെ ശരീരത്തെ വശീകരിച്ചു. വല്ലക്കത്തിൽ അബുവാബ്, എല്ലാ വാതിലുകളും അവൾ അടച്ചുപൂട്ടി. എന്നിട്ട് വക്കാലത്ത് അവൾ പറഞ്ഞു, ഹൈത്തലക്ക യൂസുഫേ, ഇങ്ങോട്ട് വാ. ഖാല മഅദല്ലാഹ്. കണ്ടോ, ഐ യൂസുഫ നഹ്വു റാവദത്തുഹു ഐ യൂസുഫ, യൂസുഫ് നബിയെ വശീകരിച്ചു. വൽ മുറാവദത്തു, മുറാവദത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? മുഫാഅലത്തും മിൻ റാദയറൂദു, റാദയറൂദു എന്നതിൽ നിന്നുള്ള മുഫാഅലത്ത് വസ്നാണ്. അതിന്റെ അസ്ല് മഅന പോയി വന്നു. ഇവിടെ അത് ഇസ്തിആറത്താണ്. അതായത് ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ ആദാ മഅനാ ഫിൽ അസ്ലി ഐ അന്ന മഅനാഹ ഫിൽ അസ്ലി അൽ മജീഉ വദ്ദഹാബു വൽ മുറാദു ബിഹാ ഹുനാൽ മുഖാദഅത്തു, ഒരു ചതിക്കല. എന്താ ചതി എന്ന് പറഞ്ഞാല്? വഹുവ അൻ യഹ്താല കുല്ലും മിൻ ശഖ്സൈനി, രണ്ട് ശഖ്സിൽ നിന്ന് ഓരോരുത്തരും യുക്തി പ്രയോഗിക്കലാണ്. അലാ സാഹിബിഹി, തന്റെ സാഹിബിനോട്, ഫി അഹ്ദി മാ ബി യദിഹി, സാഹിബിന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി, അത് കൈവശപ്പെടുത്താൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കുക. അതിനാണ് മുഖാദഅത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇസ്തിആറത്ത് തംസീലിയത്ത് ഒക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇസ്തിആറത്ത് തംസീലിയത്ത് ഉണ്ട് ഇവിടെ. മുറക്കബിനോട് തശ്ബീഹാക്കിയതാണ്. ഫയകൂനു തർകീബു മിൻ ഖബീലിൽ ഇസ്തിആറത്തി വത്തംസീലിയത്തിന, അത് സൂഖിയിൽ കാണാം. അപ്പൊ യഥാർത്ഥ അർത്ഥം റാദയറൂദു, പോവുക വരാ, പോക്കും വരവിലുണ്ടാവില്ല ഒരു ചതി. ഇവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു, വശീകരിക്കുകയാണ്. അതായത് യൂസുഫ് നബിന്റെ ശരീരത്തെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. വകഅന്നൽ മഅന, അപ്പോ ഐ യൂസുഫ് വൽ മുറാവദത്ത് മുഫാഅലത്തും മിൻ റാദയറൂദു, റാദയറൂദു എന്നതിൽ നിന്നുള്ള മുഫാഅലത്ത് വസ്നാണ് ഐ ജാഅ വദഹബ. ഇതിന്റെ അസ്ലിയായ മഅന. ഇവിടെ ഉദ്ദേശം എന്താണ്? ഒരു മുഖാദത്ത്, ഒരു തന്ത്രം പ്രയോഗിച്ചു, വശീകരിച്ചു എന്നതാണ്. ഇപ്പൊ ഇസ്തിആറത്ത് തംസീലിയത്ത് ഇവിടെ ഉണ്ട്. വകഅന്നൽ മഅന ഖാദഅത്തുഹു, ഈ പെണ്ണ് യൂസുഫ് നബിയെ ചതിച്ചു, അൻ നഫ്സിഹി, തന്റെ ശരീരത്തിന് വേണ്ടി. വഫഅലത്ത് ഫിഇലൽ മുഖാദിഇ, ആ പെണ്ണ് പ്രവർത്തിച്ചു ഫിഇലൽ മുഖാദിഇ, ഒരു ചതിക്കുന്നവന്റെ പ്രവൃത്തിയെ പ്രവർത്തിച്ചു. ആരോട് ചതിക്കാലി സാഹിബിഹി, തന്റെ സാഹിബിനെ ചതിക്കുന്ന പ്രവൃത്തിയെ പ്രവർത്തിച്ചു. ചതിക്കുന്നവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചു. ഫഅലത്ത്, അവൾ ചെയ്തു ഫിഇലൽ മുഖാദി, ഒരു ചതിക്കുന്നവന്റെ പ്രവൃത്തി പോലെ. ആരെ ചതിക്കുക? ആ മുഖാദിന്റെ സാഹിബിനെ. അനിശ്ചയ, ഒരു ഷൈഇന് വേണ്ടി ചതിക്കുക. അല്ലത് എങ്ങനത്തെ ഷൈഇ? ലാ യുരീദു, ഈ സാഹിബ് ഉദ്ദേശിക്കുന്നില്ല, അൻ യുഖ്രിജഹു, ആ ഷൈഇനെ ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവരാൻ, നീ യദി, അവന്റെ കയ്യിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. സാഹിബ് അവന്റെ ഭൂമി അവന്റെ കൈവശത്തിൽ തന്നെ ഉണ്ടാവണം എന്ന് ലക്ഷ്യം വെക്കുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും അവരിൽ നിന്നത് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രോക്കറെ പറഞ്ഞയച്ച് അത് ഇവന് കുറഞ്ഞ വിലക്ക് വാങ്ങാൻ വേണ്ടി തന്ത്രം പ്രയോഗിക്കുക. അതാണ് ചതിയുന്നുള്ളത്. അതൊരു ഉദാഹരണം. അതായത് യഹിത്താലു അലൈഹി, ആ സാഹിബിനോട് ഇവൻ തന്ത്രം പ്രയോഗിക്കുക, അൻ യഗ്ലിബഹു, അവനിക്ക് മേലെയാവലിനെ, വയഖുദഹു മിന്നു, അവനിൽ നിന്ന് അത് പിടിച്ചു പറിക്കാൻ. വഹുവ, ഈ മുഖാദഅത്ത് ഇവിടെ റാവദത്തുഹു എന്ന ഈ ആയത്തിലുള്ള മുറാവദത്ത് എന്താണ്? ഇമാറത്തുൻ അനി തമഹുലി
ലിമുവാക്കഅത്തിഹി ഇയ്യാഹ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയുമായി ബന്ധപ്പെടലിന്റെ മേൽ ഉള്ള തന്ത്രത്തെ തൊട്ട് പറയപ്പെട്ടതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പെണ്ണിനോട്, അതായത് സുലൈഖ അല്ലെങ്കിൽ സുലൈഖയോട് ബന്ധപ്പെടലിന്റെ മേലുള്ള തന്ത്രം പ്രയോഗിച്ചതിനെ തൊട്ട് പറയപ്പെട്ടതാണ്. അങ്ങനെ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. സുലൈഖ തന്ത്രം പ്രയോഗിച്ചു. അതിനുവേണ്ടി വാതിലടച്ചു പൂട്ടി. എന്നിട്ട് ഹൈത്തലക്ക എന്ന് പറഞ്ഞു. കാലമഅദല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇവിടെ റാവദത്തുഹു എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടലിന്റെ മേൽ പറയപ്പെട്ടതാണ് എന്നർത്ഥം. വഹുവ ഖൗലുഹു വൽ മുസ്നദു ഇലൈഹി ആകുന്നത് വഹുവ ഖൗലുഹു, അത് അല്ലാഹുവിന്റെ ഖൗലാണ്. അല്ലത്തി, ഒരു പെണ്ണ് വശീകരിച്ചു, യൂസുഫിനെ ഫീ ബൈത്തിഹാ, പെണ്ണിന്റെ വീട്ടിലാണ്. അൻ നഫ്സിഹി, യൂസുഫ് നബിയുടെ ശരീരത്തിന് വേണ്ടി. മുതഅല്ലിഖും ബിറാവദത്തുഹു, അൻ നഫ്സിഹി എന്നുള്ളത് റാവദത്തുഹു എന്നതിനോട് ബന്ധിച്ചതാണ്. ഫൽ ഖർദു, അപ്പോൾ ലക്ഷ്യം. അൽ മസൂഖു ലഹുൽ കലാമു, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കലാമിനെ ഇവിടെ അല്ലാഹു കൊണ്ടുവന്നത്. അങ്ങനത്തെ ഖറലാകുന്നത് നസാഹത്തു യൂസുഫ അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധനാണെന്ന് പറയലാണ്, അറിയിക്കലാണ്. വതഹാറത്തു ദൈലിഹി, അദ്ദേഹത്തിന്റെ കോന്തല പരിശുദ്ധമാണെന്ന് അറിയിക്കലുമാണ്. കോന്തല പരിശുദ്ധനാണെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഈ, അതായത് പിന്നെ വ്യഭിചരിക്കാൻ വേണ്ടി വസ്ത്രം ഉയർത്താതിരിക്കൽ, അതിനെ എന്തിനോട് തശ്ബീഹാക്കി? നജസ് പുരണ്ടതാകാതിരിക്കുന്ന, നജസ് പുരളാത്ത ഒരു വസ്ത്രത്തിനോട് തശ്ബീഹാക്കി. നജസ് ഇല്ലാത്ത ഒരു വസ്ത്രത്തിനോട് തശ്ബീഹാക്കി. അതാണ് നജസ് ഇല്ലാത്ത ഒരു വസ്ത്രത്തിനോട് തശ്ബീഹാക്കി. അപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടി വസ്ത്രം ഉയർത്താതിരിക്കൽ, അതാണ് തഹാറത്തു ദൈലിഹി എന്ന് പറഞ്ഞാൽ. താഹിറുദ്ദൈല് എന്ന് പറഞ്ഞാൽ കോന്തല പരിശുദ്ധമായവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം പൊന്തിക്കാത്തവൻ എന്നർത്ഥം. അതായത് വ്യഭിചരിക്കാത്തവൻ. താഹിറുൽ കൽബി, താഹിറുദ്ദൈല്, കോന്തല പരിശുദ്ധമായവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ നേരർത്ഥം വസ്ത്രത്തിന്റെ അടിഭാഗത്ത് നജസില്ലാത്തവന്ന. അതിനോട് എന്തിനെ തശ്ബീഹാക്കി? വ്യഭിചരിക്കാൻ വേണ്ടി വസ്ത്രം ഉയർത്താതിരിക്കലിനെ തശ്ബീഹാക്കി. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നടന്നിട്ടില്ല, പരിശുദ്ധമായ ആളാണ് എന്നറിയിക്കാൻ വേണ്ടി. അപ്പൊ ഇസ്തിആറത്ത് മുസറഹത്തുണ്ട് ഇവിടെ. എന്താണ് നേരാർത്ഥം? തഹാറത്തു ദൈലിഹി എന്ന് പറഞ്ഞാൽ കോന്തല പരിശുദ്ധമായവെന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ നജസില്ല എന്നാണ്. വസ്ത്രത്തിൽ നജസില്ലാത്ത വസ്ത്രത്തിനോട് എന്തിനെ തശ്ബീഹാക്കുകയാണ്? വ്യഭിചരിക്കാൻ വേണ്ടി വസ്ത്രം ഉയർത്താതിരിക്കലിനെ തശ്ബീഹാക്കി. എന്നിട്ട് എന്തു പറഞ്ഞു? കോന്തല പരിശുദ്ധമായവൻ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാത്തവൻ എന്നർത്ഥം. തുണി വസ്ത്രം ഉയർത്താത്തവൻ. എന്നിട്ടത് കിനായത്താക്കിയത് ദോഷവുമായി ബന്ധപ്പെടാത്ത ആള്, വ്യഭിചാരവുമായി ബന്ധപ്പെടാത്ത ആള്.
അങ്ങനെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ളതെന്താണ്? കോന്തല പരിശുദ്ധമായവണ്ണ എന്ന് വെച്ചാൽ വസ്ത്രം നജസ് ശുദ്ധിയായവൻ. അതിനോട് എന്തിനെ തശ്ബീഹാക്കി? വസ്ത്രം ഉയർത്താതിരിക്കലിനെ തശ്ബീഹാക്കി. എന്നിട്ട് തഹാറത്തു ദൈലിഹി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് കിനായത്താക്കി, വ്യഭിചരിക്കാതിരിക്കലിനെ തൊട്ട് കിനായത്താക്കി പറഞ്ഞു. അപ്പോൾ ഇസ്തിആറത്തും ഉണ്ട്, അവിടെ ഒരു കിനായത്തുമുണ്ട്. ഏതായാലും ഫൽ ഖർദുൽ മസൂഖ് ലഹുൽ കലാമു, കലാമിനെ കൊണ്ടുവരപ്പെട്ട ആവശ്യം നസാഹത്തു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധതയെ പ്രകടിപ്പിക്കലാണ്, അറിയിക്കലാണ്. അദ്ദേഹത്തിന്റെ കോന്തല ശുദ്ധിയാണ്, അതായത് അദ്ദേഹം പരിശുദ്ധനാണ് എന്ന് അറിയിക്കലുമാണ്. വൽ മദ്കൂറു, ഇവിടെ പറഞ്ഞ ഇബാറത്ത് അല്ലത്തി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി എന്ന് പറഞ്ഞ ഇബാറത്ത് അദല്ലു അലൈഹി, ഈ നസാഹത്തിന്റെ മേൽ കൂടുതൽ അറിയിക്കുന്നതാണ്. എന്തിനേക്കാൾ? മിനിമ്രഅത്തുൽ അസീസി, മിനിമ്രഅത്തുൽ അസീസി, ഇമ്രഅത്തുൽ അസീസി എന്ന് പറയുന്നതിനേക്കാൾ, ഔ സുലൈഖ അല്ലെങ്കിൽ സുലൈഖ എന്ന് പറയുന്നതിനേക്കാൾ. സുലൈഖ സലീഖ രണ്ട് ലുഗത്തും കാണാം. ബിഫത്ഹി സാഇ വകസ്രി ലാമി സലീഖ കമാ ഫിൽ ഖാമൂസി വബിളമ്മി സാഇ വഫത്ഹി ലാമി സുലൈഖ കമാ ഫിൽ ബൈളാവി. ലിഅന്നഹു, തീർച്ചയായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദാ കാന ഫീ ബൈതിഹ, ആ സുലൈഖയുടെ വീട്ടിലായാൽ, വതമക്കന മിൻ നൈലിൽ മുറാദി മിൻഹ, അവളിൽ നിന്ന് മുറാദിനെ നേടിയെടുക്കാൻ സൗകര്യപ്പെടുകയും ചെയ്യുമ്പോൾ, എന്നിട്ട് പോലും വലം യഫ്അൽ, അത് ചെയ്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നതാണ് ഖായത്തൻ ഫിൻ നസാഹത്തി, പരിശുദ്ധിയിൽ അങ്ങേ അറ്റത്തതാകുന്നതാണ്. അതാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖയുടെ വീട്ടിലാണ്. അവളിൽ നിന്ന് മുറാദിനെ ഹാസിലാക്കാൻ അവിടെ സൗകര്യവുമുണ്ട്. എല്ലാ വാതിലുകളും അടച്ചു പൂട്ടിയിട്ടാണല്ലോ പറഞ്ഞത്. ഒരു ഹദീസുണ്ടല്ലോ, വറജുലുൻ ദഅത്തുഹു ദാത്തുൻ ദാത്തു ഹസബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. അങ്ങനത്തവനും അർശിന്റെ തണലിലാണ്. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആരും അല്ലാഹു അല്ലാതെ മറ്റൊരാളും കാണാൻ അവിടെ ഒരു വഴിയും ഇല്ല. എന്നിരിക്കെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിഞ്ഞു മാറുമ്പോൾ കൂടുതൽ പരിശുദ്ധതയുടെ മേൽ കൂടുതൽ അറിയിക്കുന്നത് ഇവിടെ അല്ലാഹു പറഞ്ഞ ഇബാറത്താണ്. വക്കീല പറയപ്പെട്ടു ഹുവ തക്രീറുൽ മുറാവദത്തി, ഈ വശീകരണത്തെ ഒന്ന് ഉറപ്പിക്കലാണ്. കാരണം വശീകരണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് കൂടുതൽ ഉറപ്പുവരുത്താണ്. കാരണം എന്താണ്? ലിമാ ഫീഹി, അതിലുള്ള ഒന്നിന് വേണ്ടി, മിൻ ഫറത്തിൽ ഇഖ്തിലാത്തി വൽ ഉൽഫത്തി, അതിര് കവിഞ്ഞതായ കൂടി കലരലും അതിര് കവിഞ്ഞ ഇണക്കവും അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വശീകരണം നടന്നിട്ടുണ്ട് എന്ന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലത്തി എന്ന് പറഞ്ഞത്. കാരണം അതും ഈ മൗസൂലാക്കി കൊണ്ടുവന്നാലേ കഴിയുള്ളൂ. ശില പറഞ്ഞെങ്കിലേ ആ തക്രീറും ഇവിടെ മനസ്സിൽ ആ തക്രീറും ഇവിടെ ഉണ്ടാവുകയുള്ളൂ. വക്കീല തക്രീരുൽ മുസ്നദിലൈഹി, മുസ്നദിലൈഹിനെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വശീകരിച്ചത് ആരെന്നെയാണ്? വീട്ടിലുള്ള പെണ്ണെന്നെയാണ്, വേറെ പെണ്ണല്ല. അങ്ങനെ സുലൈഖ എന്ന് പറയുമ്പോൾ പല സുലൈഖയും ആവാം. ഇമ്രാത്തുൽ നസീസ് എന്ന് പറയുമ്പോഴും പല പെണ്ണുങ്ങളും ആവാം. ഇത് വശീകരണം നടത്തിയത് ആരെന്നെയാണ്? ഈ സുലൈഖ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ലിംകാനി ഉഖൂഇൽ ഇബ്ഹാമി വൽ ഇസ്തിറാഖി, ഇബ്ഹാമും ഇസ്തിറാഖും ഉണ്ടാവൽ മുംകിനായതിനു വേണ്ടി ഫി ഇംറഅത്തുൽ അസീസി എന്നതില് ഔ സുലൈഖ അല്ലെങ്കിൽ സലീഖ. ഇനി ഇവിടെ പറയാൻ പോകുന്നത് വൽ മശ്ഹൂറു അന്നൽ ആയത മിസാലുൽ സിയാദത്തി തക്രീരി ഫഖത്ത്,
ഈ മിസാല് തക്രീറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതിനല്ല? ഇസ്തിഹ്ജാനു തസ്രീഹി ബിൽ ഇസ്മി കല്ല, പേര് വ്യക്തമാക്കൽ മോശമായതിനു വേണ്ടിയല്ല മൗസൂലിനെ കൊണ്ടുവന്നത്, തക്രീറിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത്. വലന്നി, എന്റെ വന്ന് അന്നഹ മിസാലുല്ലഹ, അത് സിയാദത്തു തക്രീറിനുള്ള മിസാലാണ്, പിന്നെ എന്തിനും ആണ്. വൽ ഇസ്തിഹ്ജാനി തസ്രീഹി ബിൽ ഇസ്മി, സുലൈഖ എന്ന പേര് വ്യക്തമാക്കൽ മോശമായതിനു വേണ്ടിയിട്ടുമാണ്. രണ്ടിലും കൂടിയാണ്, രണ്ടും കൂടെ ലക്ഷ്യമുണ്ട്. വഖദ് ബയ്യൻതുഹു ഫി ശറഹി, അതെല്ലാം ഞാൻ ശറഹിൽ ശരിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു